നമസ്കാരം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ ജോൺ തോട്ടുപുറത്തിനെതിരെ നടന്ന അക്രമം വേദനാജനകവും അപലപനീയവുമാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി എന്നിവർ അറിയിച്ചു. കുർബാന അർപ്പിക്കുന്ന വൈദികനെ ആക്രമിക്കുന്നത് കുർബാനയെ അവഹേളിക്കുന്ന ഗുരുതരമായ തെറ്റായി കാണുമെന്നും സാമാന്യ മര്യാദയുടെയും അടിസ്ഥാന ക്രൈസ്തവ ജീവിത ശൈലിയുടെയും അതിർവരമ്പുകൾ ലംഘിക്കുന്നത് പൊതുസമൂഹത്തിലും അമ്പരപ്പുളവാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. അക്രമത്തിൽ പങ്കുകാരായ എല്ലാവർക്കുമെതിരെ കാനൻ നിയമവും രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന നടപടികൾ ആരംഭിച്ചതായും സഭാ നേതൃത്വം അറിയിച്ചു. കുർബാന സംബന്ധിച്ച തർക്കം വിശ്വാസ ജീവിതത്തെയും സഭാ സംവിധാനങ്ങളെയും അച്ചടക്കത്തെയും ദുർബലപ്പെടുത്തും. അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനും പ്രതികരിക്കുവാനുമുള്ള സാമാന്യ മര്യാദകളുടെ പരിധി ലംഘിക്കപ്പെടുന്നത് വേദനാജനകമാണ്. ഭിന്നതയും കലഹവും അവസാനിപ്പിച്ച് എല്ലാവരും ഐക്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പാത സ്വീകരിക്കണമെന്നും സഭാ നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പള്ളിയുടെ സമ്പത്ത് ദുരുപയോഗിക്കുകയും ക്രമസമാധാന പാലകരായ പോലീസിനെ ഭീഷണികളിലൂടെ നിർവീര്യമാക്കുകയും ചെയ്ത അതിരൂപതയിൽ അരാജകത്വം വിതയ്ക്കുന്ന വൈദികരും അൽമായരും സഭയെയാണ് മുറിപ്പെടുത്തുന്നതെന്നും സഭാ നേതൃത്വം പറഞ്ഞു. അതേസമയം പ്രസാദഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനും അതുവഴി സിനഡ് കുർബാനയ്ക്ക് വേണ്ടി എന്തു കലാപവും സൃഷ്ടിക്കാനും ആഹ്വാനം നൽകുന്ന പ്രസ്താവനകളാണ് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന് അതിരൂപത സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി. മേജർ ആർച്ച് ബിഷപ്പിന്റെയും മീഡിയ കമ്മീഷന്റെയും പ്രസ്താവനകൾ വാസ്തവ വിരുദ്ധവും തെറ്റിദ്ധാരണജനകവുമാണെന്ന് അവർ കുറ്റപ്പെടുത്തി. പ്രസാദഗിരി പള്ളി അൾത്താരയിലേക്ക് പ്രീസ്റ്റ് ഇൻചാർജ് എന്ന വ്യാജേന ഫാദർ ജോൺ തോട്ടുപുറവും 40ഓളം സിനഡ് അനുകൂല സംഘവും എത്തി കുർബാന ചൊല്ലാൻ തുടങ്ങിയത് കോടതിയലക്ഷ്യവും കൂരിയ സംവിധാനം ചെയ്ത പോരാട്ട നാടകവുമാണെന്ന് സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പറഞ്ഞു. പ്രസാദഗിരി പള്ളി വികാരി ഫാദർ ജെറിൻ പാലത്തിങ്കലിനെ കൊല്ലാൻ ശ്രമിച്ചവരെയാണ് മേജർ ആർച്ച് ബിഷപ്പും മീഡിയ കമ്മീഷനും പച്ചക്കള്ളം മാത്രം പറഞ്ഞ് വെള്ളപൂശുന്നതെന്നും സമിതി കുറ്റപ്പെടുത്തി. ഫാദർ ജെറിനും ഇടവകക്കാരും അറിയാതെ പള്ളിയുടെ അകത്തുകയറി വാതിലും ജനലും അടച്ചിട്ട് സിനഡ് കുർബാന ചൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കോടതിയുടെ സ്റ്റേ ഉത്തരവുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ഫാദർ ജെറിൻ പള്ളിയുടെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ തടഞ്ഞു നിർത്തി മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് ശ്വാസം മുട്ടിക്കുകയുമായിരുന്നു. ഫാദർ ജെറിൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഫാദർ തളിയൻ പറഞ്ഞു. 2022 ഡിസംബർ 23, 24 തീയതികളിൽ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ കുർബാന ചൊല്ലിയിരുന്ന വൈദികരെ ആക്രമിച്ച് ബലിപീഠം തള്ളിമറിച്ചിട്ട സിനഡ് അനുകൂലികളെ സംബന്ധിച്ച് സിനഡിന്റെ മീഡിയ കമ്മീഷൻ ഇതുവരെ പ്രസ്താവന ഇറക്കിയിട്ടില്ലെന്നും അതിരൂപത സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടി.